നമസ്കാരം. ഗസ സിറ്റിയിൽ സമ്പൂർണ്ണ വംശഹത്യാ പദ്ധതി ആരംഭിച്ചിരിക്കുന്നു ഇസ്രായേൽ. തെക്കൻ ഗസയിലേക്ക് ഫലസ്തീനികളെ നിർബന്ധിതമായി ആട്ടിപ്പായിക്കുകയാണ്. ഗസയിൽ നിന്ന് സത്യം വിളിച്ചു പറയുന്ന മാധ്യമപ്രവർത്തകരെ ഒന്നൊന്നായി കൊല്ലുന്നു. മറുവശത്ത് അൽ ജസീറയുടെ അനസ് ഷരീഫ് ഉൾപ്പെടെയുള്ള ജേർണലിസ്റ്റുകൾ രക്തസാക്ഷികളായി. ലോകം ഉറ്റുനോക്കിയ പുടിൻ ട്രംപ് കൂടിക്കാഴ്ചയിൽ യുക്രൈൻ വെടിനിർത്തൽ കരാറായില്ല. പുടിൻ തന്നെയാണ് ചർച്ചയിൽ നേട്ടമുണ്ടാക്കിയത്. കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന ലോക വാർത്തകൾ സമഗ്രമായി കാണാം. വേൾഡ് വിത്തസിലേക്ക് സ്വാഗതം. ഗസ സിറ്റിയെ പൂർണ്ണ സൈനിക നിയന്ത്രണത്തിലാക്കാനുള്ള നീക്കമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ഇത് ഹമാസിൻ്റെ അവസാന ശക്തി കേന്ദ്രമാണ് എന്ന് ഇസ്രായേൽ കരുതുന്നു. ഇവിടെയുള്ള 9 ലക്ഷം ഫലസ്തീനികളെ തെക്കൻ ഗസയിലേക്ക്, പ്രത്യേകിച്ച് റഫ അൽ മവാസി കേന്ദ്രങ്ങളിലേക്ക് നിർബന്ധിതമായി മാറ്റിപ്പാർപ്പിക്കുകയാണ് ഇസ്രായേൽ. ഇത് കോൺസെൻട്രേഷൻ ക്യാമ്പിന് സമാനമായ നടപടിയാണ്. ഇവിടെ എത്തിയ ആരെയും ഇനി പുറത്തേക്ക് കടക്കാൻ അനുവദിക്കാത്ത വിധം തടഞ്ഞിടാനാണ് ഇസ്രായേൽ നീക്കം. ഗസയിലെ പുതിയ വംശഹത്യാ പദ്ധതിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഇസ്രായേൽ സേനയുടെ മേധാവി ഇയാൽ സമീറാണ്. ഇത് കാലങ്ങളോളം ഇസ്രായേലി സൈനികരെ യുദ്ധത്തിൽ തളച്ചിടുന്ന പദ്ധതിയാണ് എന്ന് സേനാ തലവനറിയാം. ഇയാൽ സമീറും നെതന്യാഹുവും തമ്മിൽ കടുത്ത ഭിന്നതയാണിപ്പോൾ. ഇയാൽ സമീറിനെ പുറത്താക്കിയാലും അത്ഭുതപ്പെടാനില്ല. നെതന്യാഹുവിന് വഴങ്ങി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇയാൽ സമീറിന് മുഖം കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. സൈനികരുടെ ചുമതലാ മാറ്റങ്ങളും അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ 22 മാസമായി ഗസയിൽ നിന്നുള്ള പൊള്ളുന്ന സത്യങ്ങൾ ലോകത്തെ അറിയിച്ച അൽ ജസീറയുടെ ലേഖകനായിരുന്നു അനസ് ഷരീഫ്. ബോംബിട്ട് അനസടക്കം 5 മാധ്യമപ്രവർത്തകരെയാണ് ഒറ്റയടിക്ക് ഇസ്രായേൽ ഇല്ലാതാക്കിയത്. 270-ലധികം മാധ്യമപ്രവർത്തകരെയാണ് കഴിഞ്ഞ 22 മാസത്തിനിടെ ഗസയിൽ ഇസ്രായേൽ കൊന്നുകളഞ്ഞത്. എത്ര പേരെ കൊലപ്പെടുത്തിയാലും സത്യം വിളിച്ചു പറയാൻ പുതിയ തലമുറ ഉയർന്നുവരുമെന്നും അനസിൻ്റെ ശബ്ദം ഇനി അവരിലൂടെ പുറത്തുവരും എന്നും ഗസക്കാർ പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ ലോകം ആകാംക്ഷയോടെയാണ് കണ്ടത്. 3.5 വർഷമായി തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനും കൂടിക്കാഴ്ചയിൽ തീരുമാനം ആകുമോ എന്നതായിരുന്നു ലോകം ഉറ്റുനോക്കിയത്. കൂടിക്കാഴ്ചയിൽ നേട്ടമുണ്ടാക്കിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ്. നയതന്ത്ര തലത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയായിരുന്ന പുടിനൊടുവിൽ ട്രംപ് തന്നെ കൈകൊടുത്തു. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഒരു ഉറപ്പും പുടിൻ നൽകാത്തതിനാൽ ഡീൽ മേക്കർ എന്ന ട്രംപിൻ്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുകയും ചെയ്തു. ഡൊണസ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ യുക്രൈൻ റഷ്യക്ക് വിട്ടുകൊടുക്കണം എന്ന ആവശ്യമാണ് പുടിൻ മുന്നോട്ട് വയ്ക്കുന്നത്. പുടിൻ്റെ ആവശ്യം യുക്രൈനെ ട്രംപ് അറിയിക്കുകയും ചെയ്തു. എന്നാൽ പുടിൻ്റെ ഈ ആവശ്യം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിരസിക്കുകയാണ്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ കരാറിന് തയ്യാറാകണമെന്നും വിട്ടുവീഴ്ച ചെയ്യണമെന്നും പുടിൻ പറയുന്നു. റഷ്യ ഒരു വലിയ ശക്തിയാണ്, യുക്രൈൻ അങ്ങനെയല്ല എന്നുമാണ് വാദം. ഇതോടെ ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. താങ്ക് യു.